ഹിന്ദുവിനെ ആര് തൊട്ടാലും ചോദിക്കാനും പറയാൻ ആരുമില്ല. മറ്റേതെങ്കിലും ജാതി മതം എന്ന് പറയുന്നതല്ല, പക്ഷെ ചില അവസ്ഥകൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ ചാനലുകൾ അതെടുക്കത്തില്ല. അതിനെക്കുറിച്ച് പിന്നെ മറ്റേ കൊല്ലപ്പെട്ടവൻ ഒരു പിന്നെ ഭീകരവാദിയാണെങ്കിൽ വിദ്യാർത്ഥി നേതാവ്, ഇതൊക്കെയാണ് പറയുന്നത്. ഹിന്ദുക്കളെ കൊന്നാലും ഇവിടെ വിഷയമൊന്നുമില്ല, ഹിന്ദുവാണ് പ്രധാന വിഷയം. അതായത് നമ്മുടെ കോൺഗ്രസിന്റെ നിയുക്ത മേയർ, വളരെ കഴിവുള്ള ഒരു മേയറാണ് അവര്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. മേയർ ആവുമെന്നൊക്കെ വിചാരിച്ച് എല്ലാം അവർ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നപ്പോൾ ഒരൊറ്റ പ്രശ്നം, ഹിന്ദുവാണ് പ്രശ്നം. അവര് ഹിന്ദു അല്ല, പക്ഷെ ഹിന്ദുവാണ് പ്രശ്നം. ഹിന്ദു എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ല, അങ്ങനെ ജാതിയായിട്ട് പറയാം തന്നെ. ജാതി എന്നൊരു സംസ്കാരം, നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. നമ്മൾ RSS പോലും പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മൊത്തം ആൾക്കാരെ ഹിന്ദുക്കളായിട്ടാണ്, ജാതി മത ഭേദമന്യേ. ആ സംസ്കാരത്തിനകത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ സംസ്കാരത്തെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ഹിന്ദു. അപ്പോൾ അതിനകത്ത് നിങ്ങളൊന്നും പറയല്ലേ. പിന്നെ കേരളത്തിൽ വരുമ്പം VD സതീശൻ SNDP നേതാവിനെ കണ്ടുകൂടാ, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറിയെ കണ്ടുകൂടാ. VD സതീശൻ്റെ വാർഡിൽ BJP അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ളത് BJP ജയിക്കും. കാരണം മൊത്ത കച്ചവടം അവരെ അവിടെ ഉപദ്രവിക്കുന്നത്. നിങ്ങൾ ജയിച്ചു, നിയമസഭ വരുമ്പോൾ എന്നെ ഉപദ്രവിക്കുന്നത്. ആ പരസ്പര ധാരണയോട് കൂടിയുള്ള കാര്യങ്ങൾ. ദീപ്തി മേരി വർഗീസ് വലിയ കടകണ്ട ഭയങ്കര ചാനൽ ചർച്ചയിലൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാനാണ്, എൻ്റെ കുടുംബമാണ്, ഞങ്ങളാണ് എന്നും പറഞ്ഞ് മരിക്കാൻ നിൽക്കുന്ന ഒരു നേതാവാണ്. ഇവിടെ മത്സരിപ്പിച്ചു കിട്ടുമെന്നുള്ളൊരു വാങ്ങി ഇവർക്കില്ലായിരുന്നില്ല. ഒച്ചയടഞ്ഞ അക്ഷരമായതുപോലെ ഇപ്പോൾ കുറേ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കിട്ടിയത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം മറ്റവരുടെ ചെയ്തി കൊണ്ടാണോ നാട്ടുകാരുടെ പറയത്തില്ലേ ഇവനോടുള്ള വൈരാഗ്യം, CPM-നോടുള്ള വൈരാഗ്യം, പിണറായി വിജയനോടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ ശബരിമല പ്രശ്നം തീർക്കുന്നതിന് എവിടെ നേരെ കാണുമ്പോൾ വല്ലതും പറയാനൊക്കുമോ? അല്ലെങ്കിൽ റോഡിലിറങ്ങി വല്ലതും പറയാനൊക്കുമോ? അവര് രക്ഷാപ്രവർത്തനം നടത്തിക്കളെ അറിയത്തില്ല. രക്ഷാപ്രവർത്തനത്തിനെ അതിജീവിക്കാൻ ഈ ഒരു മാർഗ്ഗമല്ല, രഹസ്യ വാലറ്റ് അങ്ങനെ കൈകാര്യം ചെയ്തു. ഇവർ നോക്കൂ, കോർപ്പറേഷൻ 4 എണ്ണം, ഒരെണ്ണം മാത്രം ഒരിക്കലും പ്രയോജനം. ഒരു കോർപ്പറേഷൻ പോലും കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ മാത്രം കിട്ടുക. അപ്പൊ ഇങ്ങനെ വന്നപ്പം പിന്നെ അവരുടെ പരിപാടി തുടങ്ങി. ഇവരെ നിയന്ത്രിക്കുന്നത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് എത്ര കുഴപ്പങ്ങളുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇനി എത്ര കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി തിരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രഹസ്യമായിട്ടല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. വെള്ളാപ്പള്ളി വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഹൂമാരന്മാർ ആരുടെയും സമുദായ നേതാക്കന്മാരുടെ കാര്യത്തിനകത്തോ അല്ലെ അവരുടെ പറച്ചിലിനകത്തോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിനകത്തോ മന്ത്രിയെ തീരുമാനിക്കുന്ന പരസ്യമായിട്ടൊരു നിലപാട് കണ്ടുണ്ട്. ഇതിനകത്ത് താക്കോൽ സ്ഥാനം തന്നില്ലെങ്കിൽ കച്ചിക്കളയും, അങ്ങനെ അവരുടെ രമേശ് ചെന്നിത്തലയാക്കിയത്. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വന്നു അടുത്തതിന് വരാൻ നിയമസഭ പോലും അല്ല, കോർപ്പറേഷനുകളിൽ പോലും ഈ പറയുന്ന ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയർമാൻമാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിന് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് മുസ്ലിം ലീഗും അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരുമേനിമാരും സഭകളുമാണ്. അപ്പോൾ ഇതാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസ് ഇപ്പം നമ്മൾ കാണുന്നത് ദീപ്തി മേരി വർഗീസ് സഭയ്ക്ക് അവിടെ സ്വാധീനമില്ലോ, എനിക്കറിയത്തില്ല. അപ്പോൾ മാത്രവുമല്ല, ഇവരെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദുവാണ്. അത് തന്നെയാണ് വിഷയം. അപ്പം അവരെ മറ്റൊരു സഭയിലുള്ള ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ് വിഷയം, മനസ്സിലായി. പക്ഷെ മറ്റേ ഒരു മേയർ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മിനിയോ കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനി. അപ്പം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ കുഴപ്പമില്ല, സാധനം അങ്ങോട്ട് എടുക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇവരെ അതായത് ഇപ്പോൾ വടക്കേന്ത്യയിലെല്ലാം സ്റ്റാറും വലിച്ചേറിയുള്ള പ്രശ്നം. ഇവർക്ക് മതം മാറ്റണം, മറ്റു മതങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം, അവരുടെ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പ്രശ്നം. കല്യാണം പോലും കഴിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ ലോഹിയൊക്കെ ആകിയ ചിരിയും കളിയൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ കയറി കളിക്കേണ്ടെന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം അതായത് ഇതുകൊണ്ട് തന്നെ ഇപ്പം നാം ആലോചിച്ചോണം, ഇവര് KPCC ജനറൽ സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ കൊച്ചിയിൽ, അല്ലെങ്കിൽ അനിലിന്റെ ജാതി ആരെങ്കിലും അറിഞ്ഞോ? അനിൽ ഏത് ജാതി ആർക്കും അറിയത്തില്ല, അനിലിന്റെ മാത്രം അറിയാം. ആരും ചോദിച്ചില്ലല്ലോ ഒരിടത്തും. ഇത്രയും അവരുടെ കയ്യിൽ ഏതാണ്ട് 4 കോർപ്പറേഷൻ 5 കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു കോർപ്പറേഷൻ മാത്രം, കണ്ണൂർ മാത്രം. ഏതെങ്കിലും കോർപ്പറേഷന്റെ അല്ലെ മേയർമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഏതെങ്കിലും സഭ ഇടപെട്ടതായിട്ട് അറിയാം? ഏതെങ്കിലും പഞ്ചായത്തിൽ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നുണ്ട്? അപ്പോൾ ആ കാര്യത്തിൽ അതുണ്ട്. ഈ കോൺഗ്രസിനകത്ത് വരുമ്പം കൃത്യമായിട്ട് അതിനകത്ത് VD സതീശനാണെങ്കിൽ SNDPയുടെ നേതാവിനെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ NSS ജനറൽ സെക്രട്ടറി പുള്ളിക്ക് കൊള്ളത്തില്ല. പക്ഷെ ഈ പറയുന്ന ആദർശമുള്ള ചുണയുണ്ടെങ്കിൽ പാണക്കാട് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നേരെ നൊക്കത്തിലെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തിരുമേനി പറയുന്ന കാര്യം കൃത്യമായിട്ട് നേരെ നൊക്കത്തിലെന്ന് പറയാൻ പറ്റും. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് പറയുമ്പോൾ
പണ്ട് നികൃഷ്ടജീവി എന്ന് അദ്ദേഹം വിളിച്ചല്ലോ. നികൃഷ്ടജീവി എന്ന് വിളിച്ചതിനകത്ത് എല്ലാവരും വലിയ കാര്യമൊക്കെ പറഞ്ഞു. വിളിച്ചതിനകത്ത് കാര്യമുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു MLA, അദ്ദേഹത്തിന് ശവസംസ്കാര ചടങ്ങില്ല. അയാൾ കമ്മ്യൂണിസ്റ്റാണ്. ഒരു ജാതിയും മതവും മറ്റത് മറിച്ചൊന്നും അല്ല. അത് ക്യാൻസർ വന്ന് മരിച്ചത്. ഇതിന് പേര് ഞാൻ ഓർക്കുന്നില്ല. എനിക്കറിയാം, നേരിട്ട് അറിയാവുന്ന ആളായിരുന്നു. അവിടെ നടക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ പിന്നെ എന്തോ പറയുന്നത്, എന്ന് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പള്ളിയിൽ അടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാചകത്തെ ഉപയോഗിച്ചത്. അപ്പം അത് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാതിരുന്നു ഒന്നുമില്ലല്ലോ. ഒത്തിരിയും പോരായ്മകളുണ്ടാവും. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ മറ്റു പലരും പറഞ്ഞത്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ വെള്ളാപ്പള്ളി ഈ പറയുന്ന നഗ്നസത്യം പറഞ്ഞു, അത് ശരിയാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ കൂടെ നിന്നിട്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഏകീകരണം ഉണ്ടായില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ പലയിടത്തും അപകടം പറ്റി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അപകടം പറ്റി. പക്ഷേ വെള്ളാപ്പള്ളി ഈ പറയുന്ന മലപ്പുറത്ത് നടക്കുന്നതും അല്ലെങ്കിൽ കേരളത്തിൽ പലയിടത്തും നടക്കുന്നതും ഈ ജാതിയുടെ മതത്തിന്റെയും പേരുള്ള കാര്യമാണെന്ന് വ്യക്തത വരുത്തി പറഞ്ഞപ്പോൾ അവിടുത്തെ SDPA-കാരനും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനും PFI-കാരനും വെൽഫെയർ പാർട്ടിക്കാരനും അവനെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അവിടെ മൊത്തത്തിൽ അവർ പിടിച്ചടക്കി. അവിടെ വലക്കോട്ട് നോക്കിയാലേ, മലപ്പുറം ജില്ലയിലോട്ട് നോക്കിയാൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത് അതേപോലെ BJP വന്നപ്പം സതീശന് സഹിച്ചില്ല. അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞതും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് ചേർന്ന് നിന്നതും അതാണ് ശരിയെന്ന് പറഞ്ഞതുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിണറായി സർക്കാർ നയിക്കുന്ന ഗവൺമെന്റിന് തിരിച്ചടി കിട്ടാൻ കാരണമെന്ന് പരസ്യമായിട്ട് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു. മനസ്സിലാവുന്നു. ആ പ്രതിപക്ഷ നേതാവിന് എന്ത് യോഗ്യത? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്റെ ഇടത്തോടെ പറയണം, ഞങ്ങൾക്കൊരു ഹിന്ദുക്കൾ വോട്ട് ചെയ്യരുത്. ഒരു ഹിന്ദു ഒരു ഭർത്താവായതുകൊണ്ട് ആ സ്ത്രീയെ, കഴിവുള്ളൊരു സ്ത്രീയെ മേയറാക്കാൻ ഇവർക്ക് പറ്റില്ല എങ്കിൽ ഹിന്ദു എന്നുള്ള ഒരു മതത്തിൽ അയാൾ പിറന്നുപോയി എന്നുള്ളതല്ലേ പ്രശ്നമായി ഇവർ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഹിന്ദുക്കളെ വോട്ട് വേണ്ട എന്നിവർ അങ്ങനെ പറഞ്ഞില്ലെന്ന്. അങ്ങനെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരുടെ ഇപ്പോൾ ഈ വാചകത്തിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവിടുന്ന് ഭൂരിപക്ഷത്തിന്റെ കാര്യം തീരുമാനിക്കാൻ, അതിന് അഭിപ്രായം പറയാൻ ഏറ്റവും താല്പര്യമെടുത്ത് നിന്നത് പിണറായി സർക്കാർ നിന്നതുകൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടായതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? അപ്പൊ ന്യൂനപക്ഷങ്ങൾ മതി. ന്യൂനപക്ഷം മതി. അതുകൊണ്ടല്ലേ മലപ്പുറത്തും അല്ലെങ്കിൽ കോട്ടയത്തും മറ്റു പലയിടത്തും ഒക്കെ ഈ പറയുന്നത് പോലെ ഏകീകരണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ജയിച്ചത്. ന്യൂനപക്ഷ ഏകീകരണത്തിലേ കോൺഗ്രസ് ജയിക്കുന്നത്. ഇപ്പൊ തന്നെ തീരുമാനിക്കുന്നുണ്ടോ? പള്ളിയിലച്ചന്മാരെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പാണക്കാട് എന്നുള്ള മുസ്ലിം മതമേലധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത്. ആ തീരുമാനമാണ് നേരത്തെ മന്ത്രിസഭ വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ തീരുമാനമാണ്, അവരുടെ താല്പര്യങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനങ്ങളായിട്ട് വന്നിട്ടുകൊണ്ടിരുന്നത്. ഇത് പലപ്പോഴായിട്ട് കണ്ടിട്ടില്ലേ? അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്, സ്കൂളില്ല, പ്രസ്ഥാനങ്ങളില്ല, എല്ലാം ചില താല്പര്യക്കാരുടെ മാത്രമാണ്, അത് അനുവദിക്കാൻ പറ്റുന്നില്ല. ഇത് കാണണം. ഈ പറയുന്നിടത്തെല്ലാം ഉള്ളത്, ഈ പറയുന്ന ഇവിടെ എത്ര ഹിന്ദുക്കൾ, ഇവിടെ ക്രിസ്ത്യാനിക്ക് താല്പര്യം എടുത്ത് കൊടുത്തല്ലോ. ഇവിടെ 43% ഹിന്ദുക്കളാ. ഈ പറയുന്ന കോർപ്പറേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ 38% ഉള്ളൂ ന്യൂനപക്ഷം. എന്നിട്ട് പോലും അവർക്കാണ്, അവരുടെ മേൽക്കോയ്മയാണെന്നാണ് പറയുന്നത്. അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കത്തുള്ളൂ. അവർ പറയുന്നിടത്താണ് കാര്യങ്ങൾ. അവർക്ക് ഈ പറയുന്ന ജാതീയമായിട്ട് വളരെ കൃത്യമായിട്ട് വേർതിരിച്ചിട്ട് അങ്ങനെയാണ് എന്ന് പറയാൻ ദീപ്തി മേരി വർഗീസിന് പോലും ഭയമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ കൃത്യമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാൻ ഇവിടുത്തെ ഈഴവനും നായരും അല്ലെങ്കിൽ ഹിന്ദുവിനും തോന്നിയില്ല. അവൻ അന്നേരം മതേതര ജനാധിപത്യ സഖ്യത്തിലേക്ക് പോയി. അതുകൊണ്ട് തോറ്റും പോയി, മറ്റവരൊന്നിച്ച് അവർ ജയിച്ചും വന്നു. അതേ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിപക്ഷ നേതാവിന്റെയും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും മറ്റവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയും എന്നുള്ള രീതിയിലേക്കുള്ള വാചകങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.